വനഭൂമിയായി നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള മേഖലകളിലെല്ലാം വനം വകുപ്പ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യാതൊരുവിധ കൃഷിയോ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടക്കില്ല. പിന്നെ റവന്യൂ ഭൂമി കൂടി ഉൾപ്പെടുന്ന വില്ലേജുകളെ കൂടി ഈ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രചാരണത്തിൽ എന്ത് വസ്തുതയാണുള്ളത്? അല്ല, ഞങ്ങളാരും മനഃപൂർവ്വം പ്രചാരണം നടത്തുന്നതല്ലോ. നാട്ടിലെ ജനങ്ങളുടെ ആശങ്കയാണ്. ആ ആശങ്ക അകറ്റാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ലത വിചാരിച്ചാൽ കഴിയുന്നതല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 2-3 ദിവസത്തിനകം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ എന്താണ് എന്നറിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് കസ്തൂരി രംഗൻ ഇപ്പോൾ ശുപാർശ നടത്തിയിട്ടുള്ളത് അതേപടിയാണ് ഇറക്കുന്നത് എങ്കിൽ ഈ വില്ലേജുകൾ പൂർണ്ണമായിട്ടാണ് നോട്ടിഫൈ ചെയ്യുന്നത്. ഇനി അതല്ല എന്ന് അതിൻ്റെ അകത്ത് ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കും എന്നൊരു ക്ലോസ് ചേർത്താൽ പ്രശ്നം തീർന്നു. ജനവാസ കേന്ദ്രങ്ങളെ, കാർഷിക മേഖലകൾ, പ്ലാന്റേഷൻ മേഖലകൾ ഒഴിവാക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട് നോട്ടിഫിക്കേഷനിൽ പറയണം. അല്ലാണ്ട് ഏതെങ്കിലും വ്യക്തികൾ അതീവ തീവ്ര പരിസ്ഥിതി പ്രചാരണം ഈ ചുമതലയായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ ചർച്ചയിൽ പറഞ്ഞാൽ പോരാ. ഉത്തരവാദിത്തപ്പെട്ട നോട്ടിഫിക്കേഷനിൽ പറഞ്ഞാൽ ഓക്കെ, യാതൊരു ആശങ്കകളുമില്ല. ടെലിഫോൺ ലൈനിൽ ഗോത്ര മഹാസഭ നേതാവ് സി കെ ജാനു, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നത് എന്ന് ഗോത്ര മഹാസഭ ഇന്ന് അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു അഭിപ്രായം ഉയരുന്നത്? വലിയ എതിർപ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പോലും. ഈ മാധവൻ ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. അതിപ്പോ ഓരോ പ്രദേശത്തുള്ള പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് അവിടെയുള്ള ഒരു ജീവിത ചിട്ടപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് ശരിക്കും അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതിപ്പോ ജനവാസ മേഖലയിൽ നിന്ന് ഒരു ജനങ്ങളെയും അതിനകത്ത് കുടിയിറക്കി പോകണം അല്ലെങ്കിൽ കുടിയിറക്കും എന്നുള്ള ഒരു വ്യവസ്ഥ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടില്ല. ആ പാരമ്പര്യമായിട്ടുള്ള പ്രകൃതി അവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ശരിക്കും ഇതിലൂടെ പറയുന്നത്. ഇപ്പോ നമ്മുടെ ഈ മണൽ മാഫിയയെയും ഈ ഖനന മാഫിയയെയും അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ ശക്തമായിട്ട് എതിർപ്പായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടുത്തെ നമ്മുടെ മുഴുവൻ വിഭവത്തെയും കൊള്ളയടിക്കുന്ന അത്തരം സംഭവം ഈ മാധവൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് പാസ്സായി വന്നാൽ അതിനൊരു ചെറിയ തടയിടലായി വരും. അങ്ങനെ വരുമ്പോൾ ഈ മാഫിയകൾക്ക് ഇപ്പൊ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വരും. സി കെ ജാനു ടെലിഫോൺ ലൈനിൽ തുടരുക. ഫാദർ സെബാസ്റ്റ്യൻ, ഇപ്പോൾ സി കെ ജാനു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിലും കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിലും ജനങ്ങളെ കുടിയിറക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങളില്ല എന്നത് അവർക്ക് പോലും വളരെ വ്യക്തമായി അറിയാം. പിന്നെ എങ്ങനെയാണ് ഇത്തരം ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നത്? ജനങ്ങൾ കുടിയൊഴിയേണ്ടി വരും, വില്ലേജുകൾ ആകെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കപ്പെടും എന്ന ആശങ്ക എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്? അവിടെ സി കെ ജാനു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം മാഫിയകൾക്ക് സഹായം ഒരുക്കാൻ വേണ്ടി പ്രചാരണം നടത്തപ്പെടുന്നുണ്ടോ ഏതെങ്കിലും ഭാഗത്ത്? തീർച്ചയായിട്ടും തികച്ചും തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയാണ് ശ്രീ കെ ജാനുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കുടിയിറക്കാൻ നിർദ്ദേശമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാവും, ഇവിടെ നിന്ന് താനെ കുടിയൊഴിഞ്ഞു പോകും. ആ ഒരു നിഗമനത്തിലേക്ക് സംബന്ധിച്ച് ഫാദർ ദയവായി ക്ഷമിക്കുക ഇടപെടുന്നുണ്ട്. എങ്ങനെയാണ് അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്? ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ പ്രദേശങ്ങളൊക്കെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളായി മാറും എന്നൊരു നിഗമനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ റിപ്പോർട്ട് മാതൃകയായി ആ റിപ്പോർട്ടിൽ തന്നെ എടുത്തു കാണിക്കുന്നത് ഉടുമ്പൻചോല കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്ന കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ 7 പഞ്ചായത്തുകൾ വന്യജീവി ഇടനാഴിയാക്കണം എന്ന് നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ തീവ്ര ജനവാസ കേന്ദ്രമായ ഈ 7 പഞ്ചായത്തുകളിലൂടെ വന്യജീവികൾക്ക് കുമിളി കടുവാ സങ്കേതത്തിൽ നിന്ന് മതികെട്ടാഞ്ചോലയിലേക്ക് നടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കണം. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മൃഗങ്ങൾക്ക് കടന്നു വരാനും സ്വൈരവിഹാരം നടത്താനൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നൊരു റിപ്പോർട്ടിൽ പറയുമ്പോൾ, അതിനെ മാതൃകയാക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് തന്നെയുമല്ല, ഈ റിപ്പോർട്ട് ആദ്യാവസാനം വായിക്കുമ്പോൾ വളരെ
നല്ലതെന്ന് തോന്നാവുന്ന പല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും ആത്യന്തികമായി അവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയെ സഹായിക്കാൻ വേണ്ടി കർഷകർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കും, അത് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 30% കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ കൃഷികളൊന്നും പാടില്ല, മണ്ണിളക്കി കൃഷി പാടില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യർ ജീവിക്കാൻ സാധിക്കുന്നത്? അവിടെ തോട്ടങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പശ്ചിമഘട്ടത്ത് ധാരാളം തോട്ടങ്ങളുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ, താങ്കൾ പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മുൻപ് കത്തോലിക്ക സഭയും മറ്റ് കർഷക സംഘടനകളും ഉന്നയിച്ച ആരോപണമാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആ റിപ്പോർട്ടിൽ വനമേഖലയായി ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ള മേഖലയൊഴികെ ഒരു ഭൂമിയും പരിസ്ഥിതി ലോല മേഖലയായി നിർണയിച്ചിട്ടില്ല. അത്തരത്തിലുള്ള വേർതിരിവ് നടത്താൻ സാറ്റലൈറ്റ് സർവേ നടത്തണമെന്ന് വരെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. പിന്നെ എവിടെയാണ് കർഷകർക്ക് ആശങ്കയുണ്ടാവുന്നത്? അത് തെറ്റാണ്. എൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിലെ 1-ാം ഭാഗത്ത് 92-ാമത്തെയും 93-ാമത്തെയും പേജ് വായിക്കണം. അവിടെ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും പരിസ്ഥിതി പ്രാധാന്യ മേഖലകളായി പ്രഖ്യാപിക്കുന്ന വില്ലേജുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം ഭാഗത്ത് ആ വില്ലേജുകളുടെ മുഴുവനും പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രീമതി ലതയെ പോലെയുള്ള ആളുകൾ അതിന് വ്യാഖ്യാനം പറഞ്ഞാലും എഴുതി വച്ചിരിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 123 വില്ലേജുകളുണ്ട്. അതിൽ 123 വില്ലേജുകളിൽ 13,108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അവിടെയുള്ള വനഭൂമി മാത്രമാണ്, അവിടെയുള്ള വന്യജീവി സങ്കേതം മാത്രമാണ് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അതൊക്കെ തെറ്റിദ്ധാരണാജനകമായ വ്യാഖ്യാനമാണ്. ഇത് റിപ്പോർട്ടാണ്. 37% ഭൂമി മാത്രമേ, പശ്ചിമഘട്ടത്തിലെ 37% ഭൂമി മാത്രമേ പരിസ്ഥിതി ലോല പ്രദേശമായി കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫാദർ സെബാസ്റ്റ്യൻ സൂചിപ്പിക്കുന്നു 123 വില്ലേജുകൾ പൂർണ്ണമായും പാരിസ്ഥിതിക ലോല പ്രദേശത്തിന്റെ പരിഗണനയിൽ വരുമെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് പറയുന്നത്? അല്ല, ഇത് നേരത്തെ ഇതിൻ്റെ ഇടയിൽ ഫാദർ സെബാസ്റ്റ്യൻ പറഞ്ഞത് ശരിയാണ്. എന്തെന്ന് വെച്ചാൽ ഞാനതാണ് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാടുമായി ബന്ധപ്പെട്ട് കാടുള്ള ഒരു പല വില്ലേജുകളാണിത്. ഇത് നേരത്തെ സൂചിപ്പിച്ച 13,000 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കാടുള്ള വില്ലേജുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ആദ്യം തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ കാട് മാത്രമാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയുടെ കീഴിൽ കൊണ്ടുവരണമെങ്കിൽ പിന്നെ ഇത്രയും വലിയ എക്സർസൈസ് പരിസ്ഥിതി മന്ത്രാലയം ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? കാരണം കാട് മാത്രമുള്ള പ്രദേശം നിലവിൽ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ കീഴിലുണ്ട്, അതിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ESA എന്ന് പറയുമ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ, കാടിന് ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൽ സംശയമില്ല. പക്ഷേ ഇവിടെ അവരെ കുടിയൊഴിപ്പിക്കുന്നില്ല, അവിടെ അവർ ജീവിക്കുന്ന ജീവനോപാധികളിൽ മാറ്റം വരുന്നില്ല. അതിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വെച്ചിരുന്നത്. അതിന് ഡൈലൂഷനാണ് ഇപ്പോൾ നമ്മൾ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കസ്തൂരി രംഗൻ കമ്മിറ്റിയിൽ കാണുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള എല്ലാ ജനവാസ കേന്ദ്രം മുഴുവൻ ഒഴിവാക്കിയാൽ പിന്നെ ഈ ഒരു റിപ്പോർട്ടിൻ്റെയും ആവശ്യമില്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു ഇതിനെ. കാരണം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, പശ്ചിമഘട്ടം എന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ കാലാവസ്ഥ, കുടിവെള്ളം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോഴും മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ഭൂമിയെയും നമ്മുടെ കാടിനെയും നമ്മുടെ ബാക്കിയുള്ള വാസസ്ഥലങ്ങളെയും നമ്മൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു നിയന്ത്രണവും പാടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെത്താനെ നോക്കിക്കോളാം. കാരണം ഒരുപാട് തവണ ഫാദർ സെബാസ്റ്റ്യനുമായിട്ട് തർക്കങ്ങൾ നടന്നൊരു കാര്യമാണ്. കൃഷിക്കാർക്ക് എങ്ങനെയാണ് അവരുടെ ഭൂമി നോക്കേണ്ടത് അവർക്ക് അറിയാമെന്നുള്ളത്. അതിലൊന്നും തർക്കമൊന്നും പറയുന്നില്ല. കൃഷിക്കാരോട് ആരും ഭൂമി വിട്ടുപോകാനോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഏത് രീതിയിലുള്ള കൃഷി, കുറച്ചുകൂടി പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ലോങ് ടേം കൺസർവേഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രീതി മാത്രമാണ് പരിസ്ഥിതി മന്ത്രാലയം ആദ്യം ഗാഡ്ഗിൽ റിപ്പോർട്ട് വഴി ഉദ്ദേശിച്ചിരുന്നത്. തന്നെയാണ്. ശ്രീ റോയ് കെ പൗലോസ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ച് അത് നടപ്പാക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ആരായുന്നതിന് ഒരു സമിതിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു എന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മറ്റൊരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകരുത് എന്ന് ഉറപ്പാക്കുക എന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ?
അല്ല, സംസ്ഥാന സർക്കാർ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും ഉചിതമായ സമയത്താണ് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. ആ മീറ്റിംഗിൽ നിന്ന് LDF ആ മീറ്റിംഗ് ബഹിഷ്കരിച്ചു എന്നുള്ളത് സത്യത്തിൽ ജനങ്ങളിൽ നിന്നും ഒരു ഒളിച്ചോട്ടമാണ് നടത്തിയിട്ടുള്ളത്. അവർ ബഹിഷ്കരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് അതിനെ സംബന്ധിച്ച് LDF അവരുടെ കാര്യങ്ങൾ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി ആ മീറ്റിംഗിൽ ഞങ്ങളെ അറിയിച്ചത് CPIക്കാർ മാത്രമാണ് ഒരു കത്ത് കൊടുത്തിട്ടുള്ളൂ. CPMO മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു പാർട്ടികളും അവരുടെ അഭിപ്രായം പോലും ഇത്രയും സുപ്രധാനമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3-4 ജില്ലകളിൽ ഹർത്താലിന് നേതൃത്വം കൊടുത്തവരാ അവര്. ശ്രീ റോയ് കെ പൗലോസ്, ഞാൻ ചോദിച്ചത് അതല്ല. ഞാൻ ചോദിച്ചത് എന്നുള്ളത് തന്നെയല്ല. ശ്രീ റോയ് കെ പൗലോസ്, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് തത്വത്തിൽ തീരുമാനിച്ച് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാർ വേറൊരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നത് തൽക്കാലത്തേക്ക് ഇതൊന്ന് മാറ്റി നിർത്തുക എന്നതിനപ്പുറത്ത് അജണ്ട ഉണ്ടോ ഇതിന്? തീർച്ചയായിട്ടും വളരെ വലിയ കാര്യമുണ്ട് ഇതിന്റെ പിന്നിൽ. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നതും CM ഇന്നോടെ മീറ്റിംഗിൽ പറഞ്ഞതും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 2-3 ദിവസത്തിനുള്ളിൽ ഇറക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അതൊരു കരട് നോട്ടിഫിക്കേഷൻ ആണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്മേൽ വീണ്ടും ഈ രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലെ ഈ 1,84,280 സ്ക്വയർ കിലോമീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫൈ ചെയ്യാൻ പോകുന്ന 60,000 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലെ കർഷകരുടെയും ജനങ്ങളുടെയും എല്ലാ വിഭാഗം ആളുകളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ അഭിപ്രായം വീണ്ടും സമർപ്പിക്കുന്നുള്ളൊരു സാവകാശം ഇവർ ലഭിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനമെന്ന് പറയുന്നത്, ഇന്നത്തെ സർവകക്ഷി മീറ്റിംഗിന്റെ തീരുമാനമെന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഈ 123 വില്ലേജുകൾ കേരളത്തിൽ ബാധിക്കുന്ന 123 വില്ലേജുകളിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അവിടുത്തെ കർഷക സംഘടനാ പ്രതിനിധികൾ, മറ്റ് ഇതുപോലെയുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇവരുടെ എല്ലാം കൂടി മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഉണ്ടാകുന്നൊരു അഭിപ്രായം, ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കാനും ഗവൺമെന്റിന് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ട ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേരള ഗവൺമെന്റ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെക്കുന്നതിന് നിങ്ങൾ സതുദ്ദേശത്തോടെ കണ്ടാൽ മതി. ശ്രീ റോയ് കെ പൗലോസ്, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തെക്കുറിച്ചാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശകൾ നൽകിയിരിക്കുന്നത്. അവിടെ കേരളത്തിൻ്റെത് മാത്രമായ ഒരു വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാരിന് എത്രത്തോളം പരിഗണിക്കാൻ കഴിയും? കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ? അല്ല, അതങ്ങനെയല്ലല്ലോ. കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തു തീരുമാനം എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനും ആ തീരുമാനമെടുക്കുന്നതിന് കേരളത്തെ ബാധിക്കുന്ന 123 വില്ലേജിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, അവിടുത്തെ ജനപ്രതിനിധികളുടെ അഭിപ്രായം എന്താണ്, കർഷക സംഘടനകളുടെ അഭിപ്രായം എന്താണ്, ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രേമമുള്ള അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണ്, ഇത് പരിശോധിച്ചിട്ട് അതിന്മേലൊരു ശുപാർശ കേരള ഗവൺമെന്റിന് കൊടുക്കുന്നു. കേരള ഗവൺമെന്റ് അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും സുപ്രീം കോടതിയുടെയും ഗ്രീൻ ട്രിബ്യൂണലിന്റെയും ഒക്കെ മുമ്പാകെ വെക്കുന്നു. ഇതുപോലെ തന്നെയുള്ള ഒരു എക്സർസൈസ് ഈ രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും നടക്കും. ഇതിനു മുമ്പ് നടന്നല്ലോ. അങ്ങനെ ഒരു നടപടി നടന്നുകൊണ്ടാണല്ലോ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണ്ട എന്നും അത് നടപ്പാക്കാൻ